ഹായ് ഹലോ ഡിയേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ടൈറ്റിൽ പോലെ തന്നെ നമുക്കിതൊരു വെള്ളരി ഇട്ടൊരു മോരുകാഴ്ച ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു ചെറിയ വെള്ളയുടെ പകുതി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വെച്ചേക്കുന്നതായി കാണുന്നത് കേട്ടോ. അപ്പം അത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി, വെളുത്തുള്ളി, നല്ല ജീരകം, അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് അതിൻ്റെ കൂടെ കുറച്ച് തൈര് കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. തക്കാളി മാത്രം ചാറ് വെക്കുമ്പോൾ നമുക്ക് പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം എടുക്കേണ്ടത്, മോര് ചേർക്കുന്നതുകൊണ്ട് നല്ല ജീരകം എടുക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ വെള്ളരിയും തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ നോക്കി എന്നിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് പോരാതെ വരും. അപ്പോൾ എന്തായാലും ഉപ്പ് നോക്കി ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നല്ലോണം ചൂടായി കഴിയുമ്പോഴത്തെ ഇളക്കാൻ പാടില്ല, ചൂടായി കഴിയുമ്പോൾ മാറ്റി വെക്കണം. ഇനി നമുക്കിതിൻ്റെ വറയിടണം. വറയ്ക്ക് വേണ്ടി ചെറിയുള്ളി കുറച്ച് അരിഞ്ഞത്, വറ്റൽമുളക്, വേപ്പില. അപ്പോൾ നമ്മുടെ ചെറിയ ചട്ടി ചൂടായപ്പോഴത്തേനും എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞ് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ പൊട്ടി കഴിയുമ്പോഴത്തേനും നമ്മുടെ കടുക് ചേർത്ത് കൊടുക്കണം. കടുകും എല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേനും വേപ്പിലയും കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഇതിനൊപ്പം ചേർത്ത് കൊടുക്കല്ലേ, വറ്റൽമുളക് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വേണം നമുക്ക് വറ്റൽമുളക് ചേർത്ത് ഇളക്കാനായിട്ട് കേട്ടോ. ലാസ്റ്റ് മാത്രം ഇളക്കി കൊടുക്കുക, ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുക. ഇനി നമുക്ക് നമ്മുടെ മോര് കാച്ചിയതിലേക്ക് ഈ വറ അങ്ങോട്ട് ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കാം. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അറിയാവുന്നവരായിരിക്കും കൂടുതലെങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്തായാലും സൂപ്പറാട്ടോ. മീൻകറിയുടെ കൂടെ അത് മുളകി വെച്ച മത്തിക്കറിയൊക്കെ കൂടെ സൂപ്പറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്. പുതിയൊരു വീഡിയോ വരുന്നത് തെറ്റ